ഇത് ആവശ്യമായിരുന്നു. ഒരു ഇന്ത്യൻ കോച്ചിന് ചാൻസ് കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. പലരും ഈ ഫോറിൻ കോച്ചസ് വരുന്നവർ ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഇന്ത്യൻ നമ്മുടെ ഫുട്ബോൾ അന്തരീക്ഷത്തിനെ പറ്റി ഒന്നും അറിയില്ല. അല്ലെങ്കിൽ അവർ പൈസയ്ക്ക് വേണ്ടി മാത്രം വരുന്നവർ. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായിട്ട്. അപ്പം എന്തുകൊണ്ടൊരു ഏതായാലും റിസൾട്ട്സ് അത്രയും മോശമായിരുന്നു കഴിഞ്ഞൊരു 2 കൊല്ലം. ഒരു ജൂൺ 2023 ശേഷം നമ്മൾ നന്നായി കളിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ കോച്ചിന് ചാൻസ് കൊടുക്കും. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് എനിക്ക് ടീം സെലക്ഷൻ മനസ്സിലാവുന്നില്ല പലപ്പോഴും. ഇപ്പോൾ കഴിഞ്ഞ സിംഗപ്പൂർ ആ കളിയിൽ സാഹൽ കളിച്ചില്ല, ആഷിഖ്, ഇവരൊന്നും പരിക്കില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ കളിക്കുന്നില്ല. അപ്പൊ ക്ലബുകളായിട്ട് പ്രശ്നമുണ്ടോ? ഇപ്പൊ മോഹൻ ബഗാൻ സ്ഥിരം മോഹൻ ബഗാൻ ആകെപ്പാടെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ AFCയിൽ ഇപ്പൊ വാക്ക് ഓവർ കൊടുത്തു. എന്തുകൊണ്ട്? എല്ലാ അന്താരാഷ്ട്ര ടീമും ഇപ്പൊ ഏഷ്യൻ ലോകകപ്പ് ക്വാളിഫയിങ് ഇപ്പൊ തീർന്നിട്ടേ ഉള്ളൂ. 3rd റൗണ്ട് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ പ്ലേ ഓഫ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ടീമും തേറാനും പോയി കളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ഇത്ര പ്രത്യേകത? നിങ്ങൾ കളിക്കില്ല എന്ന്. അപ്പൊ അത് ആകെപ്പാട് ഇന്ത്യൻ ഫുട്ബോളിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഭാവിയിൽ. ഇതിപ്പോ AFC പറയും ഇപ്പൊ ഇന്ത്യക്ക് സ്പോട്ട് കൊടുക്കണ്ട നമ്മുടെ കോമ്പറ്റീഷനിൽ എന്ന് പറഞ്ഞാൽ ബാക്കി ക്ലബുകളൊക്കെ ഇത് കാരണം ബുദ്ധിമുട്ടും. ഈ ഇന്ത്യൻ ഫുട്ബോൾ കുറേ കാലമായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊന്ന് ഒരു പെർഫെക്റ്റ് നമ്പർ 9, ഒരു സ്ട്രൈക്കർ, നമുക്ക് സുനിൽ ഛത്രിയൊക്കെ തിരിച്ചു വിളിക്കേണ്ടി വരുന്ന ഒന്നാണ്. ഇപ്പോഴും നമുക്ക് അങ്ങനെ ഒരു മുന്നേറ്റ നിരക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു റിയാലിറ്റി ആയി കിടപ്പുണ്ട്. കളിക്കാർക്ക് കളി കിട്ടുന്നില്ല. ഒരു സെന്റർ ഫോർവേഡിന് പ്രത്യേകിച്ചും ഗെയിം ടൈം വേണം. ഇപ്പം ആരെപ്പോൾ പെട്ടെന്നൊരു കളിക്ക് നീ പോയി നമ്പർ 9 കളിക്കുക എന്ന് പറഞ്ഞാൽ ആരായാലും ഇപ്പം ക്രിസ്ത്യാനോ ആയാലും ഗോൾ അടിക്കാൻ പോകുന്നില്ല. 6 മാസമൊന്നും കളിക്കാതെ, അല്ലെങ്കിൽ 6 മാസത്തിലാകെ 3 കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയ ഒരു കളിക്കാരനോട് നീ നാളെ പോയി കളിക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല ശരിക്കും. ഇന്ത്യൻ ISLത്തെ ടീമുകൾ അധികവും ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിനെ കളിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ വളരെ അപൂർവം സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പിയറൻസ് അങ്ങനത്തെ ആയിട്ട്. നമ്പർ 9 ആയാലും നമ്പർ 10 ആയാലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷൻസ്, വിങ്ങേഴ്സ്, ഇവരാരും ഇന്ത്യൻസ് അല്ല സാധാരണ ഭൂരിപക്ഷം ടീമുകളിലും. അപ്പോൾ അവർക്ക് ആ കളിക്കാർക്ക് ചാൻസ് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഓരോ മാസം 20-30 മിനിറ്റൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങുന്ന അപ്പിയറൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊന്നും ഒരു കളിക്കാരന് നന്നാവാൻ പോകുന്നില്ല. അപ്പം അതൊരു വലിയൊരു പ്രശ്നം. ഇപ്പം കുറേ എനിക്ക് ഓർമ്മ, ഞാൻ 17-18 ബാംഗ്ലൂർ എല്ലാ കളിയും പോയി കാണുമായിരുന്നു. അപ്പോൾ ഉദാന്ത സിംഗും ആഷിഖ് അവിടെ കളിച്ചിരുന്ന കളിക്കാർ. അപ്പോൾ അവർക്ക് ആ ടീമിൽ കുറേ കളികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ വേറെ ടീമുകളിൽ പോയിട്ട് അവർക്കെന്ന് മാത്രമല്ല പല കളിക്കാർക്കും ഗെയിം ടൈം ഇങ്ങനെ കുറഞ്ഞ് പരിക്കുകളും വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പം നിങ്ങൾക്കൊരു ശരിക്കൊരു വേൾഡ് ക്ലാസ് നമ്പർ 9 വേണമെങ്കിൽ അവർക്ക് ഗെയിം ടൈം വേണം. ഓവർസീസ് കളിക്കാർ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഹംസ ചൗധരി വന്ന് കളിക്കുന്നു. ഇപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ, രാജ്യത്തിൻ്റെ നിയമങ്ങൾ അങ്ങനെ അനുവദിച്ചിരുന്നെങ്കിൽ നമുക്കത്ര ഇന്ത്യൻ വംശജരായ കളിക്കാരുണ്ട്, അല്ലാത്തവരെ നമുക്ക് ഇവിടെ കൊണ്ട് കളിപ്പിക്കാം എന്നൊക്കെ പറയുന്ന ഇങ്ങനെ ചില വാദങ്ങൾ ഉയർത്താറുണ്ട് ആരാധകർ. അല്ല, അതിലെന്താ തെറ്റെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ എൻ്റെ അനിയത്തി ഇപ്പോൾ നോർവേയിലാണ് ജീവിക്കുന്നത്. അവർക്കൊക്കെ ഈ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് കാർഡ്, OCI കാർഡ്, ഇതൊക്കെ ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും വന്നും പോവുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ലോകകപ്പിന് ക്വാളിഫൈ ചെയ്ത കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ, അങ്ങനത്തെ ടീമുകൾ, പല മൊറോക്കോ, എത്ര കളിക്കാർ അതിന് പുറത്ത് ജനിച്ചവരുണ്ട്. മൊറോക്കോയിലൊക്കെ അധിക പേരും ബെൽജിയം, നെതർലൻഡ്സ് ഇങ്ങനത്തെ രാജ്യങ്ങളിൽ ജനിച്ച് വളർന്നവരാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് സിഡാന്റെ മകൻ അൾജീരിയയുടെ സ്ക്വാഡിൽ മിനിങ്ങാന്നുണ്ടായിരുന്നു, കളിച്ചില്ല, പക്ഷെ ബെഞ്ചിലുണ്ടായിരുന്നു. സിഡാന്റെ മകൻ, മാർസലോയുടെ മകൻ സ്പെയിനിൽ. അതെ. അപ്പൊ എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഇവിടെ അത്രയും നല്ല കളിക്കാരൻ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എന്തായാലും ചാൻസ് കിട്ടും. പക്ഷെ പല പൊസിഷനിലും ഇപ്പോൾ യാൻ ദണ്ട എന്ന് പറഞ്ഞൊരു കളിക്കാരൻ ലിവർപൂളിൻ്റെ അക്കാഡമിയിൽ ഉണ്ടായിരുന്നു. ആദ്യം വെസ്റ്റ് ബ്രോം, പിന്നെ അവിടുന്ന് ലിവർപൂൾ അക്കാഡമി പോയി, പിന്നെ സ്വാൻസി സിറ്റി, എനിക്ക് തോന്നുന്നു റോസ് കൗണ്ടി, അവിടുന്ന് ഹാർട്സ് ഓഫ് മിഡ്ലോഡിയൻ. ഹാർട്സ് ഇപ്പോൾ സ്കോട്ടിഷ് പ്രീമിയർ ലീഗിൽ ഫസ്റ്റാണ്, സെൽറ്റിക്കിൻ്റെ ഒക്കെ മുമ്പിൽ.
ഇപ്പൊ ഈ സീസൺ പക്ഷെ ഹാർട്സിന്ന് ലോണില് ഡണ്ടി എന്ന് പറഞ്ഞ ക്ലബിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനത്തെ കളിക്കാരനൊക്കെ വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ടീം ഒരു ലെവലിൽ മേതയ്ക്ക് പോകും. അങ്ങനെ കുറെ കളിക്കാരുണ്ട്. ഒരാൾ മാത്രമല്ല, ഓസ്ട്രേലിയയിൽ ഒരാളുണ്ട്, ഇംഗ്ലണ്ടിൽ തന്നെ 1-2 പേരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ചാൻസ് കൊടുത്തുകൂടാന്നാണ് എൻ്റെ ചോദ്യം. ഈ അണ്ടർ-23 ടീം നൗഷാദ് മൂസയുടെ നേതൃത്വത്തിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ മത്സരം ജയിച്ചിട്ടുണ്ട്. അതിൽ മലയാളികളുണ്ട് ഒരുപാട്. സുഹൈലൊക്കെ ഏഷ്യ കപ്പ് ക്വാളിഫയേഴ്സിലൊക്കെ വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. അപ്പോൾ യങ്സ്റ്റേഴ്സ് കുറേ ഉണ്ട് നമ്മുടെ രാജ്യത്ത്. അല്ല, അതാ ഞാൻ പറഞ്ഞു. ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അർജന്റീന കേരളത്തിൽ വരുന്നു, മെസ്സി വരുന്നു. അതൊരു ഇവിടുത്തെ കുട്ടികൾക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതൊരു നമ്മൾ എന്താ പറയുക, ഒരു ഒരു ഗിമ്മിക്കായിട്ട് അത് എടുക്കരുത്. ആ ഒരു കളിയും ഇപ്പോൾ വന്നിട്ടുള്ള സൂപ്പർ ലീഗ്, കേരള, ഇതൊക്കെ വെച്ചിട്ട് ഒരു മൊമെൻറ്റം നമ്മൾ ബിൽഡ് ചെയ്യണം. നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ ഇന്ത്യ വിചാരിച്ച് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നത്. കേരളത്തിലുള്ള ടാലൻറ്റ് വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. ആൾക്കാർക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്താണ്. പിന്നെ കഴിവുള്ള കുട്ടികളുണ്ട്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള എത്രയോ പൈസക്കാർ നമ്മുടെ നാട്ടിലെന്നല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മലയാളികളുണ്ട്. അവർക്ക് വേണ്ടത് ഒരു സാഹചര്യമാണ്. എന്തെങ്കിലും ഒരു നല്ലൊരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിന് സപ്പോർട്ട് കിട്ടും. ഇപ്പം നമ്മുടെ ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ്റെ അതേ ജനസംഖ്യയാണ് കേരളത്തിൽ. എന്തുകൊണ്ട് അവരൊരു ലോകകപ്പിന് എത്തുന്നു, നമുക്കിവിടെ എന്തുകൊണ്ട് 15 വേൾഡ് ക്ലാസ് കളിക്കാരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല? തീർച്ചയായിട്ടും പറ്റും. അതിപ്പോൾ ഈ അണ്ടർ-23 സ്ക്വാഡ് ഗോൾ ഡിഫറൻസിലാണ് മിസ് ചെയ്തത് ക്വാളിഫിക്കേഷൻ. ഇപ്പം കളിക്കാരില്ലാത്തതല്ല പ്രശ്നം, അവർക്കൊരു പാത്വേ ഇല്ലാത്തതാണ്. അപ്പം ഞാൻ പറയുന്നത് ഈ മെസ്സി വരുന്നതും സൂപ്പർ ലീഗ്, കേരള, ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു വിചാരിച്ചാൽ നമുക്കൊരു പാത്വേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.